ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ചെറിയ ടെക് ഗാഡ്ജറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 16 ഈ സീരീസിന്റെ ലീക്സ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 16 16 പ്രോ 16 പ്രോ മാക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ സെയിം നമുക്ക് 15 പ്രോയുടെ അതേ ഡിസൈൻ തന്നെയായിരിക്കും 16 പ്രോയും പ്രോ മാക്സിലും വരാൻ പോകുന്നത്. ഒരു വ്യത്യാസവും നമുക്ക് വരാൻ പോകുന്നില്ല. ആകെ വരാൻ പോകുന്ന വ്യത്യാസം വെച്ചാൽ ഒരു ആക്ഷൻ ബട്ടൺ അഡീഷനിലേക്ക് വരുന്നുണ്ട്. പിന്നെ വരാൻ പോകുന്ന വ്യത്യാസം ഒരു ക്യാമറ ബട്ടൺ ആയിരിക്കും. ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്യാമറ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ അതിലൊരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഡിസ്പ്ലേയുടെ സൈസ് ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. 6.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് 16 പ്രോ മാക്സിൽ വരുന്ന ഡിസ്പ്ലേ. പക്ഷെ പ്രതി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടിലും ബെറ്റർ ആക്കി. പക്ഷെ നമ്മുടെ സൈസിൽ ഇംപ്രൂവ് ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ സെയിം സൈസ് തന്നെയായിരിക്കും. പക്ഷെ എഡ്ജസ് ഒക്കെ ലിമിറ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് ആയിരിക്കും ആ ഒരു എഡ്ജിന്റെ ആ ഒരു പോരായ്മ കൂട്ടുന്നത്, ഡിസ്പ്ലേയുടെ സൈസ് കൂട്ടുന്നത്. പിന്നെ വരുന്നൊരു കാര്യം, ഈ ടൈറ്റാനിയം ഗ്ലോസി ഫിനിഷ് ആക്കും. ഇപ്പൊ ഒരു മാറ്റ് ഫിനിഷിലാണ് ടൈറ്റാനിയം പോകുന്നത്. ഈ ഒരു ടൈറ്റാനിയം ഗ്ലോസി ഫിനിഷ് ആക്കും ഈ വർഷം. പിന്നെ വരുന്നത് ഒരു വ്യത്യാസം, ഈ ടൈപ്പ് പോട്ട് തന്നെയായിരിക്കും. അതൊരു റെവല്യൂഷൻ ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നതിൽ ഏറ്റവും ബെസ്റ്റ് റെവല്യൂഷൻ ആയിരുന്നു. പിന്നെ വരാൻ പോകുന്നത് 40 വോൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. കാരണം ആപ്പിളിൽ 40 വോൾട്ട് പറഞ്ഞത് വലിയ കാര്യമാണ്. കഴിഞ്ഞ വർഷം 20 വോൾട്ട് ആയിരുന്നു. എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം ആപ്പിളിൽ ഒരു ഫാസ്റ്റ് ചാർജ്. അത് അറ്റ്ലീസ്റ്റ് ഇച്ചിരിയെങ്കിലും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു 40 വോൾട്ട് ആക്കി അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് വേറെ ഒരു വ്യത്യാസമില്ല, ഡിസ്പ്ലേ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത് 15 പ്രോ മാക്സിലും 15 പ്രോയിലും. കാരണം 120 ഹെർട്സിന്റെ അഡാപ്റ്റീവ് ഡിസ്പ്ലേ സെയിം തന്നെ ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. വ്യത്യാസം ഒന്നുമില്ല. ഈ ഡിസ്പ്ലേ തന്നെയാണ് വരാൻ പോകുന്നത്. ഒരു ലീക്സും എല്ലാം പറയുന്നത് ഇത് തന്നെയാണ്, സെയിം ഡിസൈൻ, ഒരു വ്യത്യാസവും ഇനി വരുന്നത്. പക്ഷെ വ്യത്യാസം വരാൻ പോകുന്നത് 16ഉം 16 പ്ലസിലുമാണ് വരാൻ പോകുന്നത്. കാരണം അവിടെ ഒരു വെർട്ടിക്കൽ രീതിയിലാണ് വരുന്നത്. ഡിസൈൻ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ രീതിയിലായിരിക്കും വരുന്നത്. പിന്നെ 15 പ്രോ മാക്സിൽ പിന്നെ ഒരു വ്യത്യാസം വരാൻ പോകുന്നത് 48 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ഒരു ക്യാമറ കാണും. അതൊരു നല്ലൊരു വ്യത്യാസമായിരിക്കും വരാൻ പോകുന്നത്. കുറച്ചുകൂടെ വൈഡ് ആംഗിൾ സോഴ്സ് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എടുക്കാൻ സാധിക്കും. പിന്നെ ഒരു പെരിസ്കോപ്പിക് ലെൻസ് വരുന്നുണ്ടെന്ന് ഇങ്ങനെ കേട്ടു. പക്ഷെ അത് റൂമേഴ്സ് ആണ്, അത് എത്രത്തോളം ഇതുണ്ടെന്ന് അറിയത്തില്ല. അത് നമ്മളിങ്ങനെ കേട്ട ഒരു കാര്യമാണ്. പിന്നെ വരുന്ന വ്യത്യാസം വരുന്നത് 16 പ്ലസിലുമാണ്. വെർട്ടിക്കലി ആയിരിക്കും വരാൻ പോകുന്ന ഡിസ്പ്ലേ. കാരണം വിഷൻ പ്രോയിൽ വെച്ച് നമുക്ക് ലൈവായിട്ട് ഷൂട്ട് ചെയ്യാനും കൂടെ വേണ്ടിയാണ് അങ്ങനെ ഇത് കൊണ്ടുവരുന്നത്. 16 പ്ലസിലും നമുക്ക് വിഷൻ പ്രോ വെച്ചിട്ടുള്ള ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് അങ്ങനെ വെർട്ടിക്കലി ഡിസൈൻഡ് ആക്കി. പണ്ടത്തെ 12 വന്ന് അതിന്റെ ഒരു ഡിസൈൻ, XR-ന്റെ ഒക്കെ വന്ന ഡിസൈനിൽ വന്ന അതുപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ വരുന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അതിൽ 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഇതുപോലെ 120 ഹെർട്സ് വരുന്നില്ല. 60 സെയിം കഴിഞ്ഞ വർഷത്തെ തന്നെ 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. 6.3 ഇഞ്ച് തന്നെയായി. 6.1 ഇഞ്ച് ആയിരിക്കും 16 വരാൻ പോകുന്നത്. 6.2 ഇഞ്ച് ഡിസ്പ്ലേ ആയിരിക്കും അവിടെ വരാൻ പോകുന്നത്. 16 പ്ലസിൽ 6.7 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. പ്ലസിൽ ബാറ്ററി ഒക്കെ സെയിം ആയിരിക്കും. കുറച്ച് ഇച്ചിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ബാറ്ററിയിൽ, അത് ഇവിടെ കൊടുക്കാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് റൂമേഴ്സ് ആയിട്ടൊന്നും അറിയുന്നില്ല. ഇതൊക്കെ തന്നെയാണ് വരുന്നത്. വലിയൊരു മാറ്റമായിരിക്കും. പിന്നെ എയുടെ കാലമാണ്. എ ഇൻ 16 സീരീസിലോട്ട് എ വരും. അപ്പൊ എയുടെ കളി നമുക്ക് സാംസങ്ങിൽ കണ്ടതാണ്. ഈ ആപ്പിളും എയുടെ കളികൾ കാണാൻ പോവാണ്. എയുടെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. എ എൻഹാൻസ് ചെയ്തുകൊണ്ട് നമുക്ക് iOS-ന്റെ 18 വരാൻ പോകുന്നത്. 18 ആയിരിക്കും ചിപ്പിൽ ഒരു കാര്യം. 18 ആയിരിക്കും, iOS 18 ആയിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് 16 സീരീസിന്റെ ബീറ്റ നമുക്ക് ജൂണിൽ തന്നെ ആരംഭിക്കും. ബീറ്റ ജൂൺ 7 നമുക്ക് 18 ബീറ്റ കിട്ടും. പക്ഷെ ആരും അതിപ്പോ ഉപയോഗിക്കില്ല. സെക്കൻഡറി ഫോണുകളിൽ മാത്രം അത് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. കാരണം ഇപ്പൊ ഉടനെ ചാടി കയറി ആരും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കേണ്ട. ജൂൺ വരുമ്പോഴത്തേക്കും അതൊരു ബഗ് ഒക്കെ കാണും. കുറെ ബഗ്ഗുകൾ അവിടെ കാണും. അപ്പൊ അതൊക്കെ നിങ്ങൾ ആലോചിച്ചോളും. പിന്നെ 18 ആയിരിക്കും വരാൻ പോകുന്നത്. iOS 18 എയുടെ കുറെ കളികൾ കാണും. വാൾപേപ്പേഴ്സ് ഒക്കെ എയുടെ കാണും. പിന്നെ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസേഷൻ, ഹോം കസ്റ്റമൈസേഷൻ കൂടുതൽ ഇംപ്ലിമെന്റ് ആവുന്നുണ്ട്. നമുക്ക് ഹോമിൽ അവിടെ ഇവിടെ വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാം. ഐക്കൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് iOS 18 വരുമ്പോൾ. അത് നമുക്ക് 15 പ്രോ മാക്സിലും 15 സീരീസിലും ഒക്കെ കിട്ടും. പക്ഷെ ഈ ഒരു എയുടെ ഫീച്ചർ നമുക്ക് കിട്ടുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എയുടെ ഫീച്ചേഴ്സ് കൂടുതലും വരുവാണ്. അപ്പൊ ആ പെർഫോമൻസും അതുപോലെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കണം. ഇത്രയൊക്കെയാണ് നമുക്ക് 16ന്റെ ലീക്സ് വെച്ചിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. 16ഉം 16 പ്ലസും ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം
വെർട്ടിക്കൽ ഡിസൈൻ തന്നെ ആയിരിക്കും. വേറെ ഇംപ്രൂവ്മെന്റ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ ആ ഒരു നോച്ചൊക്കെ സെയിം തന്നെ 60 ഹെഡ്സ് തന്നെയാണ് വരുന്നത്. ആ ഒരു 16 പ്ലസിൽ അങ്ങനെ കൊടുക്കായിരുന്നു 120, പക്ഷെ 60 ഹെഡ്സ് തന്നെയാണ് ഈ വർഷവും കൊടുക്കുന്നത്. വേറെ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. 40 വാൾട്ട് ആയിരിക്കും ഇവിടെ വരുമ്പോൾ. എല്ലാം 40 വാൾട്ട് തന്നെ ആയിരിക്കാനാണ് സാധ്യത. 16 പ്ലസും എല്ലാം 40 വാൾട്ടിന്റെ ചാർജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആപ്പിളിന്. ആപ്പിൾ ഇപ്പോഴെങ്കിലും ഒരു ശകലമെങ്കിലും ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയാം. മറ്റുള്ളവരൊക്കെ 120 ഒക്കെ വാൾട്ട് തരുമ്പോൾ ആപ്പിൾ ഒന്നും തരുന്നില്ല. അവിടെ ഇത്രയും വില കൊടുക്കുന്ന ഒരു സാധനത്തിന്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് 40 വോൾട്ടിന്റെ ഒരു ചാർജർ. പിന്നെ ക്യാമറ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിരിക്കും. കുറച്ചുകൂടി സൈസ് ഇതൊക്കെ ഈ സെയിം സൈസ് തന്നെ ആയിരിക്കും. വ്യത്യാസമൊന്നും നിങ്ങൾ 15 പ്രോയും 16 ഒക്കെ വരുന്ന സമയത്ത് ഇതേ ഡിസൈൻ ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണും ഗ്ലോസി ഫിനിഷും വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്. അല്ലാതെ ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സെയിം കളേഴ്സ് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഒരു ന്യൂ കളേഴ്സ് 2-3 വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ബാക്കും എല്ലാം സെയിം തന്നെ ആയിരിക്കും. 15 പ്രോയും പ്രോ മാക്സും വേറെ ഒന്നും വ്യത്യാസം വരുന്നില്ല. വ്യത്യാസം വരുന്നത് 16. നിങ്ങൾ 15ഉം 14ഉം ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. 14 പ്രോ മാക്സും 14 പ്രോയും 15 പ്രോയൊക്കെ യൂസ് ചെയ്യുന്നവർ ഒരിക്കലും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ 18 iOS ചിലപ്പോൾ ഫീച്ചേഴ്സ് നമുക്കൂടെ കിട്ടും. അപ്പൊ അതൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. പക്ഷെ നിങ്ങളൊരു 15 പ്രോയൊക്കെ യൂസ് ചെയ്യുന്നവർ ഒരിക്കലും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വ്യത്യാസങ്ങൾ ഒന്നും വരാൻ പോകുന്നില്ല. ഈ ഒരു ചെറിയ കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം 16ൽ നമുക്ക് A18 ആയിരിക്കും വരാൻ പോകുന്നത്. A18 പ്രോസസർ ആയിരിക്കും വരാൻ പോകുന്നത്. 18 പ്രോ ആയിരിക്കും അവിടെ വരാൻ പോകുന്നത്. മറ്റേ 15 പ്രോ മാക്സിനെ കരുത്തോടുകൂടി നോക്കുന്നത് പ്രോ ചിപ്പ് ആയിരിക്കും വരാൻ പോകുന്നത്. 16 പ്ലസിൽ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം പഴയ ചിപ്പായിരുന്നു കൊടുത്തിരുന്നത്. ഈ പ്രാവശ്യം A18 ചിപ്പ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. എയുടെ കാര്യങ്ങളിലായാലും എല്ലാം എഫിഷ്യന്റ് ആയിരിക്കും വരാൻ പോകുന്ന ചിപ്പിൽ. നമുക്ക് വേറെ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ലീക്സ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ടാണ് ലീക്സ് ചെയ്തത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.